നവാസ്, ഇപ്പോൾ UDF-ലേക്കില്ല, ഇനി ആ പേരും പറഞ്ഞ് ആരും അങ്ങോട്ട് വിളിക്കുക കൂടി വേണ്ട എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നേതാക്കൾക്കൊരു മൃദുസ്വരമാണല്ലോ, അതെന്താണ്? അൻവർ ഇല്ലെങ്കിൽ ഈ കടമ്പ ചാടിക്കടക്കാൻ പറ്റില്ല എന്നൊരു ആശങ്കയുണ്ടോ? അല്ല, അങ്ങനെ ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല എന്നത് കഴിഞ്ഞ കാല ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്കൊക്കെ ബോധ്യമുള്ളതല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെതിരെയുള്ള ഏത് വോട്ടുകളും ജനാധിപത്യ വോട്ടുകളെ സമാഹരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി കഴിയണം. അങ്ങനെ കഴിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് സ്വാഭാവികമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുമട്ടിനും ഉറപ്പ് അതിനകത്ത് നിന്നുകൊണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് PV അൻവറുമായി ഇനിയും ചർച്ചകൾ സാധ്യമാണ്. ഇനിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സാധ്യമാണ്. ഞങ്ങൾ കൂടെ നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തിലേക്കാണ് ഞങ്ങൾ പിന്നെയും ഈ തിരഞ്ഞെടുപ്പ് ഗോതയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളീയ സമൂഹത്തിന് മുമ്പിൽ അത്രമേൽ കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിയും ഒരു സംവിധാനവുമായി മാറിയിരിക്കുന്നു. അതിന് വിലയിരുത്താൻ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സെമി ഫൈനലാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ്. ഞങ്ങൾ അതിന് അങ്ങനെ തന്നെ കാണുകയാണ്. ഇടതുപക്ഷം അവരുടെ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥിതിക്ക് ഇനി രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകണം എന്നാണ് സ്മൃതി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അടച്ചിട്ട റേഷൻ ഷോപ്പുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. വന്യജീവികൾ നിരന്തരമായി ആക്രമിക്കുന്ന നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സാധാരണ ജനജീവിതം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പോലീസിംഗിലെ RSS വൽക്കരണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. അങ്ങനെ എന്തൊക്കെയാണോ കഴിഞ്ഞ 10 വർഷക്കാലം ഈ തിരഞ്ഞെടുപ്പ് ഈ പിണറായി വിജയൻ ഭരണകൂടം ചെയ്തു വെച്ചിട്ടുള്ള ഇവിടുത്തെ അവരുടെ ഭരണപരമായ പരാജയങ്ങൾ, ആ പരാജയങ്ങളെല്ലാം ഉയർത്തി എങ്ങനെയാണോ പാലക്കാട് ഞങ്ങൾ ആ ചർച്ച കൊണ്ടുവന്നത്, ആ ചർച്ചയിൽ എങ്ങനെയാണോ പാലക്കാടിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചത്, എങ്ങനെയാണ് ഉമാ തോമസ് ജയിച്ചത്, എങ്ങനെയാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് എന്ന പോലെ ഈ നിലമ്പൂരിലും മറിച്ചൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. സിറ്റിംഗ് സീറ്റുകളിലെ വിജയമാണ് എല്ലാ പാർട്ടികൾക്കും അവകാശപ്പെടാനുള്ളത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഇവിടെ LDF-ന്റെ സീറ്റാണ് അത്. അൻവർ വെച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അൻവർ ഇറങ്ങിയ ശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോൾ അൻവർ മത്സരിച്ചേക്കാമെന്നുള്ള സൂചനയാണ് കേട്ടോ അവസാനം കിട്ടുന്നത്. ബാക്കിയുള്ളവർ അവിടുത്തെ ജനം പിരിച്ച് പണം കൊടുത്താൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ മത്സരിച്ചാൽ അത് നിങ്ങൾക്കാണോ കോട്ടമുണ്ടാക്കുക, അതോ CPM-നാണോ? അല്ല സ്മൃതി, അൻവർ മത്സരിക്കണോ വേണ്ടയോ എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അൻവർ ഈ പിണറായി വിജയൻ ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം നയിച്ച ഒരാളെന്ന രീതിയിൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ടാകണമെന്ന ആഗ്രഹം തന്നെയാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പിന്നെ സ്മൃതി പറഞ്ഞൊരു വാചകത്തെ ഞാൻ തിരുത്തുകയാണ്. അൻവർ പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റുപറയുകയല്ല. ഞങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA തെളിവ് സഹിതം അതിനകത്ത് നിന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്ന് അത് പ്രഖ്യാപിക്കുന്നു. അതിൽ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും, വാർത്താ മാധ്യമങ്ങൾക്ക് പ്രാധാന്യം കിട്ടാൻ കഴിയും. ആ രൂപത്തിൽ വർഷങ്ങളായി ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തെ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്നെ ഉയർത്തിയപ്പോൾ അതിന് സ്വാഭാവികമായി പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. അതിന് സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ലഭിച്ചിട്ടുണ്ട്. ആ വിശ്വാസ്യതയും സ്വാധീനവും അദ്ദേഹം ഈ ഭരണകൂടത്തിനെതിരെ തന്നെ ഉപയോഗിക്കാൻ UDF-നൊപ്പം ഉണ്ടാകും എന്ന് തന്നെയുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇനി അൻവർ ഒറ്റക്ക് മത്സരിക്കുന്നുവോ ഇല്ലയോ എന്ന് ഞങ്ങൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ ഞങ്ങൾ ധർമ്മടത്ത് മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്ന ആശങ്കയിലല്ല, ജയിക്കാൻ വേണ്ടി മത്സരിച്ചവരാണ്. ഞങ്ങൾ എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ മത്സരിക്കുന്നവരാണ്. അൻവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളിവിടെ മത്സരിക്കണം. പിണറായി വിജയനെതിരെ 9 വർഷക്കാലമായി ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തിക്കാട്ടുന്ന ഈ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള സമീപനങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടി തന്നെ നിലമ്പൂർ മത്സരിക്കാനും വിജയിക്കാനും കഴിയുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ സ്മൃതി പറഞ്ഞു സിറ്റിംഗ് സീറ്റുകൾ ജയിച്ചു പോയ കാര്യം. സിറ്റിംഗ് സീറ്റുകൾ കേവലമായി ജയിച്ചു പോവുകയല്ല ഉണ്ടായത് സ്മൃതി. ഞാൻ ആവർത്തിച്ച് പറയണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാലോ, പാലക്കാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. സമാനമായ രൂപത്തിലാണ് ഉമാ തോമസും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും ജയിച്ചത്. എന്നാൽ ചേലക്കരയിൽ 4-1 ഭൂരിപക്ഷത്തിലേക്ക് കുറഞ്ഞാണ് CPM-ന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതേ സമയത്ത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ കേവലം വിജയം മാത്രമല്ല, ജനരോഷം അടയാളപ്പെടുത്തിയ വിജയങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നേടിയിട്ടുള്ളത്. സമാനമായ വിജയം നിലമ്പൂരിലും നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഞങ്ങളുള്ളത്. ആര് കൂടെയുണ്ട് ആര് കൂടെയില്ല എന്നുള്ളതല്ല, ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഞങ്ങൾ അൻവറുമായി യോജിക്കുന്ന ഏക ഘട്ടമെന്ന് പറയുന്നത്, ഞാൻ ഇന്നലകളൊക്കെ പറഞ്ഞു, അൻവറുമായി യോജിക്കുന്ന ഘട്ടമെന്ന് പറയുന്നത് ഒരു കോമൺ കോസിന്റെ മുകളിലാണ് ഞങ്ങളും അൻവറും ഉള്ളത്. അവിടെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കും. അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരി അരുൺ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.